1,00,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ള നമീറ പള്ളിയും 8,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പരിസരവും നിറഞ്ഞു കവിഞ്ഞ വിശ്വാസി സാഗരത്തെ സാക്ഷി നിർത്തിയായിരുന്നു ഗ്രാൻഡ് മുഫ്തിയുടെ പ്രസംഗം. സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുള്ളവരുടെയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജീവിതം ദൈവത്തിൽ നിന്നുള്ള സൂക്ഷിപ്പ് സ്വത്താണ്. ഇസ്ലാമും അതുപോലെ തന്നെ. ജീവിതത്തിലെ എല്ലാ രംഗത്തും പ്രവാചകനെയാണ് വിശ്വാസികൾ മാതൃകയാക്കേണ്ടത്. ഭരണകർത്താക്കൾ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കണം. ഇസ്ലാമിന്റെ നേരായ മാർഗത്തിൽ നിന്ന് അകന്നതാണ് മുസ്ലിം ലോകത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. പ്രവാചകൻ മാതൃക കാണിച്ച സന്തുലിത വിദേശ നയത്തിലൂന്നി ഭരണം നടത്തണമെന്ന് രാഷ്ട്രത്തലവന്മാരോട് ഗ്രാൻഡ് മുഫ്തി ആഹ്വാനം ചെയ്തു. സഹജീവികളുടെ ജീവനും അഭിമാനവും സ്വത്തും പവിത്രമാണെന്നും അത് കളങ്കപ്പെടാതിരിക്കാൻ വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സിറിയയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അറഫ പ്രസംഗം അവസാനിപ്പിച്ചത്. മക്ക മേഖലാ ഗവർണറും സൗദി ഹജ്ജ് സെൻട്രൽ കമ്മിറ്റി മേധാവിയുമായ അമീർ ഖാലിദ് അൽ ഫൈസലും തീർത്ഥാടകരോടൊപ്പം അറഫ പ്രസംഗം ശ്രവിക്കാനെത്തി. ഇന്ന് മുസ്തലിഫയിൽ താമസിക്കുന്ന ഹാജിമാർ നാളെ പ്രഭാതത്തോടുകൂടി മിനയിലേക്ക് മടങ്ങും. ഹജ്ജിന്റെ പുണ്യം നേടിയ സന്തോഷത്തിലാണ് ഹാജിമാർ അറഫയിൽ നിന്നും വിടവാങ്ങുന്നത്. അറഫയിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1.